ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2274. ഇന്ന് മാർച്ച് മാസം 23-ാം തീയതി 82-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 36-ാം ദിനം. കാഴ്ചയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ പുലരിയിൽ ധ്യാനിച്ചത്. കാഴ്ചയും കാഴ്ചപ്പാടും. പ്രണയത്തിൽ വഞ്ചിക്കപ്പെട്ടതിന്റെ പേരിൽ മാസങ്ങളായി ഒരാൾ നിരാശയിലാണ്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് അവനൊരു മലമുകളിലെത്തി. അവിടെ അവന്റെ നിൽപ്പ് കണ്ട് എന്തോ പന്തികേട് തോന്നിയ ഒരു വൃദ്ധൻ അവനുമായി മിണ്ടിത്തുടങ്ങുകയാണ്. കാര്യം പറഞ്ഞപ്പോ ആ വൃദ്ധൻ പറഞ്ഞു, നീ അവസാനിപ്പിക്കാൻ പോകുന്ന ജീവിതം അതെത്ര മൂല്യമുള്ളതാണ്. അതിനെക്കുറിച്ച് നീ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? രണ്ടാമതൊരു ജന്മമോ ജീവിതമോ കഥകളി മാത്രമാണ് ഉള്ളത്. യഥാർത്ഥ ജീവിതത്തിൽ കിട്ടത്തില്ല കേട്ടോ. ജീവന്റെ വില നിനക്ക് മനസ്സിലായില്ലെങ്കിൽ, മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആശുപത്രിയിലേക്ക് ചെല്ലാമോ? അവിടെ ഒരു ദിവസം കൂടി ജീവിക്കാൻ ആഗ്രഹിച്ചു കഴിയുന്ന അനേകരുണ്ട്. അതോടുകൂടി ഈ യുവാവ് താഴേക്ക് പോരുകയാണ്. എന്താണ് എല്ലാവർക്കും സംഭവിക്കുന്നത്? എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഈ വെളിച്ചത്തിന്റെ അഭാവത്തിൽ വല്ലാത്ത അന്ധകാരത്തിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. തിരഞ്ഞെടുക്കേണ്ടത് സത്യത്തില് മരണമാണോ അതോ ജീവിതമാണോ? അത് ഈ യേശു വെളിച്ചത്തിന്റെ ഒരു ഭാവവും അഭാവവുമാണ്, സാന്നിധ്യവും അസാന്നിധ്യവുമാണ്. ശരിക്കും തിരഞ്ഞെടുക്കേണ്ടത് ജീവിതമല്ലേ? എന്നിട്ടും ചില മനുഷ്യരെന്തുകൊണ്ടാണ് മരണം തിരഞ്ഞെടുക്കുന്നത്? വന്നു ചേരേണ്ടത് മാത്രമല്ല മരണം, അത് എപ്പോഴെങ്കിലും വന്നു ചേരുന്നുള്ളൂ. തിരഞ്ഞെടുക്കേണ്ടത് എപ്പോഴും ജീവിതമാണ്, മറിച്ച് മരണം വന്നു ചേരേണ്ടതാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് ഈ നോമ്പിന്റെ നാളുകളിൽ നമുക്ക് എത്താം. ആകസ്മികമായി എത്തേണ്ടവയാ നമ്മൾ സ്വയം ധൃതി പിടിച്ച് തിരഞ്ഞെടുക്കുന്നുണ്ട്. പതിയെ എത്തേണ്ടതായ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ആസൂത്രണം ചെയ്ത് ആകസ്മികമായി ധൃതി വെച്ച് തിരഞ്ഞെടുക്കുകയാണ്. എന്നാൽ പല കാര്യങ്ങളും നേരെ തിരിച്ചല്ലേ. തിരഞ്ഞെടുക്കേണ്ട പല കാര്യങ്ങളെ നമ്മൾ ബോധപൂർവം അവഗണിച്ച് കളയുന്നുണ്ട്. ശരിക്കും പദ്ധതികൾ ഉണ്ടാക്കി തിരഞ്ഞെടുക്കേണ്ടവയെ നമ്മൾ ആകസ്മികതയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. ഏറ്റവും വലിയ ജീവിതത്തിലെ ദുരന്തം അതാകട്ടോ. അപ്രതീക്ഷിത കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. അവ ചിലപ്പോൾ അശുഭകരവുമാകാം. പക്ഷെ അവയിൽ തട്ടി പ്രതീക്ഷകൾ മുഴുവൻ നശിപ്പിക്കുന്നത് എന്തിനാണ്? ആലോചിച്ച്. ജീവിതത്തിലെ ഓരോ ദിനവും തെരഞ്ഞെടുക്കപ്പെടണം. ഓരോ ദിനവും ഒരു തെരഞ്ഞെടുപ്പായി മാറണം. എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ, വരുന്നതിന്റെ ബാക്കി വരുമ്പം നോക്കാം എന്നൊക്കെയുള്ള അലസ ചിന്തകളിൽ ജീവിക്കുന്നവർക്ക് അന്തസ്സുള്ള ജീവിതം ലഭിക്കില്ല. എല്ലാം ഉദ്ദേശിക്കുന്നത് പോലെ സംഭവിക്കില്ലല്ലോ. പ്രതികൂലമായി ഉടലെടുക്കുന്ന കാര്യങ്ങളിലും പ്രതികരണങ്ങളുടെ തിരഞ്ഞെടുപ്പ് എത്രയോ പ്രധാനമാണ്. കുറെ കൂടി യേശു വെളിച്ചമുള്ള മനുഷ്യരായി നമുക്ക് മാറാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.